രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം സംസ്ഥാനത്തും വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. ഇന്ത്യ എന്ന വികാരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ സംസ്ഥാനതല ആഘോഷങ്ങളുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. 28 സേനാ വിഭാഗങ്ങൾ പരേഡിൽ പങ്കെടുത്തു. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ പുറത്തുനിന്ന് ഭീഷണി വരുമ്പോൾ തന്നെ ജനങ്ങളുടെ ഐക്യത്തെ ഇല്ലാതാക്കാനുള്ള ഭീഷണി രാജ്യത്തിനകത്തുനിന്നും ഉയരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ വെച്ച നിഷ്കർഷ ഭരണഘടനയിൽ പ്രതിഫലിച്ച് കാണാം. അതിനെ പരിരക്ഷിക്കേണ്ടതുണ്ട്. വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതിനു വേണ്ട പ്രതിജ്ഞയെടുക്കേണ്ട സന്ദർഭം കൂടിയാണിത്. കൊല്ലത്ത് മന്ത്രി വി ശിവൻകുട്ടി, പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ്, ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ, ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, കോട്ടയത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി, എറണാകുളത്ത് മന്ത്രി പി രാജീവ്, തൃശൂരിൽ മന്ത്രി ആർ ബിന്ദു, മലപ്പുറത്ത് മന്ത്രി കെ രാജൻ, കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, പാലക്കാട്ട് മന്ത്രി എം പി രാജേഷ്, വയനാട്ടിൽ മന്ത്രി ഒ ആർ കേളു, കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കാസർഗോഡ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവർ പതാക ഉയർത്തി. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ വൈസ് അഡ്മിറൽ ഇ വി ശ്രീനിവാസ് സല്യൂട്ട് ഏറ്റുവാങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.